അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഓട്സും റവയും ഉപയോഗിച്ച് ഒരു ഹെൽത്തി ലഡു. ഇതിൽ നമ്മൾ ഷുഗറോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. പകരം നല്ല നാച്ചുറൽ സ്വീറ്റ്നെസ്സിനായിട്ട് ഡേറ്റ്സ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഈ ഹെൽത്തി ലഡു എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3/4 കപ്പോളം ഓട്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഓട്സാണ് നമ്മുടെ ഇതിലെ മെയിൻ താരമെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെയിം കപ്പിൽ ഞാനൊരു 1/2 കപ്പോളം റവ എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്ര ആവശ്യമായിട്ട് വരില്ല, എന്നാലും ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പോളം റവ എടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. റവ ചൂടായി കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഞാൻ പ്രത്യേകമായിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാനൊന്ന് നമുക്കൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് നമുക്ക് വേഗം തന്നെ ചൂടായി കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ നിന്നാൽ ഓട്സ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അതുമല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് മാത്രം നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ഇവിടെ നല്ല പാകത്തിന് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റവ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം പാൻ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ സെയിം പാനിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ മുഴുവനായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റവയും നല്ല നിറമൊക്കെ മാറി നല്ല ഒരു മണം വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. റവ ഇങ്ങനെ പ്രത്യേകം ചൂടാക്കുന്നത് വഴി ലഡുവിന് നല്ല ഒരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ റവ നമുക്ക് പാകത്തിന് ചൂടായി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി വരുന്നത് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരകിയതാണ്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുമാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെയും മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന ടൈമിലും നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുത്ത സെയിം നെയ്യിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കിസ്മിസിൻ്റെയും നെയ്യുടെയും ആ ഒരു രുചി തേങ്ങയിൽ കിട്ടുമ്പോൾ ലഡുവിന് ഒരു പ്രത്യേക രുചി തന്നെ കിട്ടും. തേങ്ങ നല്ല ലൈറ്റ് ഗോൾഡൻ നിറമായി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ ഇതുപോലെ നെയ്യിൽ വറുത്തെടുക്കുന്നത് കൊണ്ടിട്ട് ലഡു കൂടുതൽ ദിവസങ്ങൾ കേടാകാതിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയ്ക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഓട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചെറിയ ജാർ എടുക്കുന്നുണ്ട്. ആ ജാറിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ച ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലേവറിനായിട്ട് ഇതിലേക്കൊരു 3 ഏലക്ക കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതാ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരത്തിനായിട്ട് ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഡേറ്റ്സും ഓട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന റവയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. റവ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് 1/4 കപ്പ് മാത്രമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഇത് ജസ്റ്റ് കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം.
ഈ നെയ്യും തേങ്ങയും അതിൽ നല്ലോണം മിക്സായി കിട്ടുന്നത് വരെ നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇത് ചെറിയ ഓരോ ബോൾസാക്കി ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടകിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓരോ ബോൾസ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ഹെൽത്തി ആയ ഡേറ്റ്സ് ഓട്സ് ലഡു റെഡിയായി. ഷുഗറോ ശർക്കരയോ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ധൈര്യമായി കഴിക്കാൻ പറ്റിയ നല്ല ഒരു എനർജി സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇനി ഇതുപോലെ ഹെൽത്തിയായ റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.